അമേഠി റായ്ബറേലി സസ്പെൻസുകൾ അവസാനിച്ചു. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അഖിലേഷ് യാദവുമുണ്ട്. അഖിലേഷ് യാദവ് കനൌജിൽ മത്സര രംഗത്ത്. അഖിലേഷ് യാദവ് രാഹുൽ സഖ്യം യു പിയിൽ ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരുമോ? കഴിഞ്ഞ തവണത്തെ അമേഠിയിലെ പരാജയത്തോടെ ഇനി രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ മത്സര രംഗത്തുണ്ടാകില്ല എന്ന് ചിലരെങ്കിലും കരുതി. പക്ഷേ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ഇതാ മത്സര രംഗത്ത് എത്തിയിരിക്കുന്നു. ഒപ്പം യു പിയിലെ കനൌജിൽ അഖിലേഷ് യാദവും എത്തുന്നുണ്ട്. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങൾ മത്സര രംഗത്തുണ്ടാകണമെന്ന് പരസ്പരം സമ്മർദ്ദം ചെലുത്തിയ നേതാക്കന്മാർ കൂടിയാണ്. അതിൽ നിന്ന് തന്നെ ഇന്ത്യ മുന്നണി എത്ര ആത്മവിശ്വാസത്തിലാണ് യു പിയിൽ മത്സര രംഗത്തുള്ളത് എന്ന് മനസ്സിലാക്കാമല്ലേ. മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം. തീർച്ചയായിട്ടും ലക്ഷ്മി, ഒരു അസാധാരണമായ ഒരു സാഹചര്യത്തെ BJP അല്ലെങ്കിൽ NDA മുന്നണി യു പിയിൽ ഫേസ് ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ തവണ ഇപ്പോൾ UPA ആണ്, അതിൽ കോൺഗ്രസ് മാത്രമാണ് മത്സരിച്ചത്. കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. ഒറ്റ സീറ്റാണ് കിട്ടിയത് കോൺഗ്രസിന്. 80 സീറ്റാണ് യു പിയിൽ ഉള്ളത്. എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ യു പിടിച്ചു കഴിഞ്ഞാൽ UP ആരാണോ പിടിക്കുന്നത് അവർ ഇന്ത്യ ഭരിക്കും എന്നുള്ളതാണ് പഴയകാലം മുതൽക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ 80 സീറ്റ് ഉള്ളതിൽ 2019 ഒരു കണക്ക് നോക്കൂ. 62 സീറ്റിൽ BJP ഒറ്റയ്ക്ക് വിജയം നേടി. 64 സീറ്റാണ് NDAക്ക് കിട്ടിയത്. ഈ 62 പ്ലസ് 2 അത് അപ്നാദളിന് കിട്ടിയ 2 സീറ്റാണ്. ബാക്കിയുള്ളതിൽ ഒറ്റ സീറ്റിലാണ് കോൺഗ്രസ് വിജയിച്ചത്. അത് റായ്ബറേലി മാത്രമാണ്. മറ്റു 15 സീറ്റുകളിൽ 5 SP-ക്കാണ്, 10 BSP-ക്കാണ്. BSP SP സഖ്യമാണ് കഴിഞ്ഞ തവണ. പക്ഷേ ഇത്തവണ ഇപ്പോൾ 400 സീറ്റ് BJP നേടും എന്നാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അറിയാം ഈ 400ലേക്ക് എത്തുക എന്നുള്ളത് ഒരുപക്ഷെ ദുഷ്കരമാണ്, അസാധ്യമാണ് എന്നുള്ളത്. ഈ 400ലേക്ക് എത്തണമെങ്കിൽ കഴിഞ്ഞ തവണ BJP ഒറ്റയ്ക്ക് യു പിയിൽ നേടിയ 62 പോരാ, അവർക്ക് 70+ വേണം, അല്ലെങ്കിൽ 80 സീറ്റും നേടും എന്നാണ് അമിത്ഷാ പറഞ്ഞത്. അതെ, 80 സീറ്റ് നേടും എന്ന് അമിത്ഷാ ആത്മവിശ്വാസത്തോടെ പറയുമ്പോഴും അത് അങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ള സംശയം ബലപ്പെടുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ഒക്കെ നോക്കിയാൽ യു പിയിൽ പോളിംഗ് ശതമാനം വല്ലാതെ കുറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. രാമക്ഷേത്രമടക്കം അതിശക്തമായി ഹിന്ദുത്വ വിഷയങ്ങൾ പ്രചാരണ വിഷയമാക്കിയ ഒരിടത്താണ് പോളിംഗ് ശതമാനം കുറയുന്നത് എന്നത് BJPയെ തീർച്ചയായും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ പലതരത്തിൽ, ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ കേട്ടത് പാകിസ്ഥാനാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹം, പാകിസ്ഥാനുമായിട്ടാണ് ചങ്ങാത്തം എന്നുള്ള മട്ടിൽ വരെ തരത്തിലുള്ള അതിദേശീയ വിഷയങ്ങൾ പറയുന്നു. ആ ഒരു പ്രചരണത്തിൻ്റെ ഒരു സ്വഭാവം മാറുമ്പോൾ ആലോചിക്കണം, ഇവർ പറയുന്ന ആ ഒരു ആത്മവിശ്വാസം അവിടെ ഇല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ലക്ഷ്മി, അവിടെ ഒരു പ്രശ്നമുള്ളത് ഇപ്പോൾ മോദി എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു, എന്തിനാണ് ഇത്രയും കടന്നു കയറി വർഗീയത പറയുന്നത് എന്നൊക്കെയുള്ള സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയർന്നല്ലോ. ഇപ്പോൾ സൗത്തിൽ, ഇപ്പോൾ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഒക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ മോദി ഇതാ ഗിയർ മാറ്റുകയാണ്. അത് പ്രത്യേകിച്ച് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ UP ഒക്കെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. UP യിൽ 62 സീറ്റ് കിട്ടിയാൽ പോരാ BJPക്ക്. ദേശീയ തലത്തിൽ ഈ 400 എന്നുള്ള തുടക്കത്തിൽ അവർ അവകാശപ്പെട്ട സീറ്റിലേക്ക്, ഫിഗറിലേക്ക് എത്തിച്ചേരണമെങ്കിൽ UP തൂത്തുവാരണം. UP യിൽ 80-ൽ 80 പിടിക്കണം, അല്ലെങ്കിൽ 75 അതെങ്കിലും പിടിക്കണം. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക ഇപ്പോൾ സ്വാഭാവികമായും മോദി, അമിത്ഷാ, BJP ക്യാമ്പിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ കൂടുതൽ കടുത്ത ഭാഷയിൽ വർഗീയത പറയേണ്ടി വരുന്നത്. അതുപോലെ തന്നെയാണ് സുബീഷ്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഐഡന്റിറ്റി നിലനിർത്തണമെങ്കിൽ ഉറപ്പായും യു പിയിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. കഴിഞ്ഞ തവണ റായ്ബറേലി ഒറ്റത്തുരുത്തായി മാറുകയാണ്. അപ്പോൾ ഇത്തവണ വളരെ ശക്തരായ കൂട്ടുകെട്ടിനെ തന്നെ അവിടെ കിട്ടുന്നു. SP-യെ പോലെ ഒരു പാർട്ടിയെ കൂട്ടുപിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. SP-BSP സഖ്യം കഴിഞ്ഞ തവണ 15 സീറ്റുകൾ നേടിയ കാര്യം സുബീഷ് നേരത്തെ പറഞ്ഞു. അതിൽ SP-ക്കാണ് കഴിഞ്ഞ തവണ ആ സഖ്യത്തിൽ സത്യം പറഞ്ഞാൽ തട്ടുകേട് പറ്റിയത്. SP-ക്കാണ് 5 സീറ്റേ അവർക്ക് കിട്ടിയുള്ളൂ. അതേസമയം BSP-ക്ക് 10 സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം. BSP-യെ സംബന്ധിച്ചിടത്തോളം BSP-യുടെ ഒരു ശക്തി ക്ഷയിച്ചു എന്നുള്ള തരത്തിലുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകളാണുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BSP-ക്ക് അവിടെ സീറ്റൊന്നും നേടാനും കഴിഞ്ഞില്ല. ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെ BSP-യുടെ വോട്ടുകൾ ഇന്ത്യ മുന്നണിയിലേക്ക് എത്തും എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം അവിടെയുണ്ട് കോൺഗ്രസിനും. തീർച്ചയായിട്ടും. BSP
തികച്ചും നിർജീവമാണ് എന്ന് നമുക്ക് പറയാനാകില്ല, പക്ഷേ അത്രത്തോളം സജീവവുമല്ല. അപ്പോൾ BSPയുടെ വോട്ടുകൾ ആരിലേക്ക് പോകും എന്നുള്ളത് UP രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ UPയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. UPയെ സംബന്ധിച്ച് ഇപ്പോൾ BSPയുടെ വോട്ടുകൾ ഒരുപക്ഷെ കുറേയൊക്കെ BJPയിലേക്കും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലേക്കും പോയേക്കാം. ഇവിടെ ഇന്ത്യ മുന്നണി ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് തനിച്ച് മത്സരിച്ച ഒരു സാഹചര്യമല്ല ഇപ്പോൾ 2024 ഉള്ളത്. SP കൂടെയുണ്ട്, കോൺഗ്രസും SPയും ചേർന്നാണ് മത്സരിക്കുന്നത്. അതിനാൽ തന്നെ സ്വാഭാവികമായും ഈ BSPയുടെ വോട്ടുകൾ കുറേയൊക്കെ ഭിന്നിച്ച് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വന്നു ചേരാനും സാധ്യതയുണ്ട്. അതുകൂടിയാണ് ഈ ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസത്തെ ഇത്രയും ഉയരത്തിലേക്ക് എത്തിക്കുന്നത്. കാരണം ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി കോൺഗ്രസ് UPയിൽ മത്സരിച്ച ഒരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അത് അഖിലേഷ് യാദവ് നൽകിയ ഒരു വലിയ എനർജിയുടെയും വലിയ സപ്പോർട്ടിൻ്റെയും പിൻബലം കോൺഗ്രസിനുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ BSPയുടെ വോട്ടുകൾ ആരിലേക്ക് പോകും എന്നുള്ളൊരു ചോദ്യം ലക്ഷ്മി ചോദിച്ചത് കൃത്യമാണ്. BSPയുടെ വോട്ടുകൾ BSPക്ക് മാത്രമായി, BSP ഒരു വോട്ട് ബാങ്ക് തന്നെയാണ്, BSPക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ട് അവിടെ. ആ വോട്ട് ബാങ്ക് ഇത്തവണ സ്പ്ലിറ്റ് ചെയ്യപ്പെടാം. അത് കോൺഗ്രസിലേക്കും SPയിലേക്കും, കോൺഗ്രസിലേക്ക് എന്നതിനേക്കാൾ കൂടുതൽ SPയിലേക്ക് പോയി അവരൊരു മുന്നണിയിലേക്കും ചേരാതെ നിൽക്കുന്നതിൽ തന്നെ BJPയുടെ ഭീഷണിയുണ്ട്. മായാവതിയെ പല കേസുകളിലും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവരെ ഒരു സഖ്യരൂപീകരണത്തിലേക്കൊന്നും പോകാതെ ഇരിക്കുന്നതിനുള്ള പൂട്ടിട്ട് വച്ചേക്കുകയാണ് BJP എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ BSPയുടെ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഏത് തരത്തിൽ ആശയക്കുഴപ്പങ്ങൾ അവിടെ ഉണ്ട്, ഏത് തരത്തിലാകാം എന്നുള്ളത്. പക്ഷേ SPയുടെ കാര്യം പറയുകയാണെങ്കിൽ യാദവ വോട്ട് ബാങ്കുകളാണ് SPയുടെ ശക്തി. അപ്പോൾ യാദവർ അല്ലാത്ത OBC വിഭാഗങ്ങളെയാണ് പലപ്പോഴും BJP അവിടെ കയ്യിലെടുത്തിട്ടുള്ളത്. എന്നാൽ ഇത്തവണ അതിനൊരു ബദൽ ഇന്ത്യ സഖ്യം SPയും കോൺഗ്രസും കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ്. കാരണം മറ്റ് യാദവ വിഭാഗങ്ങൾക്ക്, മറ്റ് OBC വിഭാഗങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട്. ഒപ്പം ദളിത് വിഭാഗങ്ങൾ, ആ ദളിത് വിഭാഗങ്ങൾ പലപ്പോഴും കഴിഞ്ഞ തവണ BSPക്കൊപ്പം നിന്നവരാണ്. ആ ദളിത് വിഭാഗങ്ങളിലെ പലരെയും ജനറൽ സീറ്റുകളിലേക്ക് തന്നെ മത്സരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മത്സര തന്ത്രമാണ് അവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അവിടെ ലക്ഷ്മി എടുത്തു പറയേണ്ട ഒന്ന്, ഇപ്പോൾ സീറ്റ് ഷെയറിംഗ് മുതൽക്ക് UPയിൽ കോൺഗ്രസിന് ഇത്തവണ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുമായി ഉണ്ടായിട്ടുള്ള പ്രശ്നമോ അല്ലെങ്കിൽ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായി നേരിട്ട അത്തരം ഭിന്നതയുടെ പ്രശ്നമോ ഒന്നും UPയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല. അവിടെ പ്രിയങ്കയുടെ ഇടപെടൽ വലിയ തോതിൽ കോൺഗ്രസിനെ ആ ഘട്ടത്തിൽ തുണച്ചിട്ടുണ്ട്. ഒരു പ്രശ്നവും ഇല്ലാതെയാണ് സീറ്റ് ഷെയറിംഗ് കൃത്യമായി നടന്നിട്ടുള്ളത്. 80 സീറ്റിൽ 17 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു, ഒറ്റ സീറ്റിൽ അപ്നാദൾ മത്സരിക്കുന്നു, ബാക്കി 62 സീറ്റിലും സമാജ്വാദി പാർട്ടിയാണ് മത്സരിക്കുന്നത്. നോക്കൂ, ഒരു പ്രാദേശിക പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി. അങ്ങനെയുള്ള സമാജ്വാദി പാർട്ടിക്ക് UP എന്ന് പറയുന്ന സ്റ്റേറ്റിൽ തങ്ങളുടെ ബലഹീനത കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോൺഗ്രസ് 62 സീറ്റിലും മത്സരിക്കാൻ SPക്ക് അവിടെ എഴുതി കൊടുത്തിരിക്കുകയാണ്. വേറെ നിർവാഹമില്ല. അവിടെ വേറെ ഒരു ആശയക്കുഴപ്പവും ഉണ്ടായിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സീറ്റ് ഷെയറിംഗ് മുതൽക്ക് ഒരു പ്രശ്നവുമില്ലാതെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അവിടെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ ദളിത് വിഭാഗങ്ങൾ അല്ലെങ്കിൽ OBC വിഭാഗം ഇത്തവണ കൂടുതലായി ഉണ്ടാകും തങ്ങൾക്കൊപ്പം എന്ന് ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം വരാൻ ഒരു കാരണം കൂടിയുണ്ട്. ജാതി സെൻസസ് അവർ പ്രധാന പ്രചരണ വിഷയമാക്കുന്നു. അപ്പോൾ മറുവശത്ത് നോക്കൂ, രാമക്ഷേത്രമാണ് അവിടെ പ്രചാരണ വിഷയമാക്കുന്നത് BJP പ്രധാനമായും. അവിടെ ജാതി സെൻസസ് അടക്കമുള്ളവ പ്രചാരണ വിഷയമാക്കുന്നതിലൂടെ സാമൂഹ്യനീതി അടക്കമുള്ള കാര്യങ്ങൾ മുദ്രാവാക്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നതോടുകൂടി തന്നെ ഈ വിഭാഗങ്ങളുടെ പിന്തുണ കിട്ടും, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെക്കാളൊക്കെ വലിയ നേട്ടമുണ്ടാക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സീറ്റ് ഷെയറിംഗിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. രണ്ടാം ഘട്ടത്തിലേക്ക് വന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ജാതീയമായ പരിഗണനകൾ വെച്ചുകൊണ്ട് തന്നെ ദളിത് മുഖങ്ങളെ കൂടുതൽ അണിനിരത്താൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ UPയിൽ ഒക്കെ NDA മുന്നണി സമർത്ഥമായി പരീക്ഷിച്ച തന്ത്രമാണ്. പക്ഷേ ഇക്കുറി UPയെ അല്ല, ഇന്ത്യ മുന്നണിയാണ് ഏത് രീതിയിൽ അവിടെ തങ്ങളുടെ ഗ്രാഫ് ഉയർത്താൻ പറ്റും. ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണി അവിടെ ആദ്യമായാണ് 2024 UPയിൽ ആദ്യമായി ഇന്ത്യ മുന്നണിയായി മത്സരിക്കുകയാണ്. നേരത്തെ നമ്മൾ പലതവണ പറഞ്ഞതുപോലെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തനിച്ചല്ല മത്സരിക്കുന്നത്, ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നിച്ച് ഒരു ഫൈറ്റിനിറങ്ങുമ്പോൾ പരമാവധി സീറ്റുകളിൽ വിജയിക്കുക മാത്രമല്ല, ഈ പറഞ്ഞ BJP തനിച്ച് നേടിയ 62
ഇപ്പോൾ അവർ ഉന്നം വയ്ക്കുന്ന 80 തൂത്തുവാരി ദേശീയ തലത്തിൽ 400 സീറ്റുകൾ നേടുക എന്നുള്ള അവരുടെ ഒരു ടാർഗറ്റ് ഉണ്ടല്ലോ, അത് തികയ്ക്കരുത്. അത് തികയ്ക്കുന്നതിൽ യു പി ഒരു അനുകൂല ഘടകമായി മാറരുത്. യു പി അവിടെ ഒരു തടസ്സമായിരിക്കണം. യു പിയിൽ ഒരു കാരണവശാലും 70 സീറ്റിനപ്പുറം, അല്ലെങ്കിൽ അമിത്ഷാ പറയുന്നത് 80 70 സീറ്റിനപ്പുറം അല്ലെങ്കിൽ 65 സീറ്റിനപ്പുറം BJPക്ക് NDAക്ക് ലഭിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഇന്ത്യ സഖ്യത്തിന് തുടക്കത്തിലും പിന്നീടുള്ള ഘട്ടത്തിലും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ദളിത് മുഖങ്ങളെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞത്. അങ്ങനെ ഒരു സമർത്ഥമായ ഒരു തന്ത്രം അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, രാജ്യത്ത് സർക്കാർ രൂപീകരണം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ഇന്ത്യ മുന്നണിക്കുണ്ടെങ്കിൽ യു പിയിൽ അവർക്ക് പരമാവധി നേടിയാലേ പറ്റുള്ളൂ. അത് കാരണം തങ്ങളുടെ തന്ത്രങ്ങളെല്ലാം തന്നെ യു പിയിൽ വിജയിക്കും എന്ന് പറയുന്ന ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കം മത്സര രംഗത്തെത്തുന്നു. ഒപ്പം അഖിലേഷ് യാദവ് മത്സര രംഗത്തേക്ക് എത്തുന്നു. പക്ഷേ ലക്ഷ്മി, അവിടെ എനിക്കൊരു വിയോജിപ്പ്. ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു വിദൂരമായ ഒരു സ്വപ്നമൊന്നും, രാജ്യത്ത് സർക്കാർ രൂപീകരണമൊന്നും ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് സാധ്യമായി എന്ന് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ എനിക്കങ്ങനെ വന്യമായി ചിന്തിക്കാനാകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, യു പിയിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും വലിയ ഇന്ത്യ മുന്നണിയുടെ സ്വപ്നത്തെക്കുറിച്ചാണ്. എന്ത് സ്വപ്നമായാലും അത് ദേശീയ തലത്തിൽ അത്ര വേഗം സാധ്യമാകും 2024 എന്ന അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാനാകില്ല. പക്ഷേ യു പിയിൽ എന്തായാലും വർദ്ധിച്ച ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ്. 2019 സാഹചര്യമല്ല 2024 ഉള്ളത്. വലിയ ആത്മവിശ്വാസത്തോടെ തന്നെയാണ്. രാഹുൽ റായ്ബറേലിയിൽ മത്സരിക്കുന്നു, കനൌജിൽ അഖിലേഷ് യാദവ് മത്സരിക്കുന്നു. രാഹുൽ അഖിലേഷ് കൂട്ടുകെട്ട് അടുത്ത ഘട്ട പോളിംഗിലേക്ക് പോകുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് വലിയ ആത്മവിശ്വാസം പകരുമെന്ന കാര്യം ഉറപ്പാണ്.